ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. 2008 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 2,19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസിന് വന്നിട്ടുണ്ട്. ജനറൽ സർവീസ് പറഞ്ഞാൽ ഫുൾ ചെക്കപ്പ് 5,000 കിലോമീറ്റർ സർവീസാണ്. നമ്മൾ 10,000 കിലോമീറ്ററിൽ നമ്മൾ ഓയിൽ സർവീസ് കൊടുക്കുമെങ്കിൽ നമ്മൾ 5,000 കിലോമീറ്ററിൽ ഒരു ജനറൽ ചെക്കപ്പിന് എന്തായാലും വിളിക്കും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 6,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ജനറൽ ചെക്കപ്പിന് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലൈൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ആകുന്നുണ്ട്. വാൾക്കോർ പാക്കിൽ നിന്ന് ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. വേറെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. റിയർ ബ്രേക്ക് ഷോക്ക് ക്ലീൻ ചെയ്ത് കറക്റ്റായി ഹാൻഡ് ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് എപ്പോഴും നമുക്കൊരു 6 വെച്ചിട്ടോ 6 to 8 വെച്ചാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടില്ല. കൂടുതൽ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രമ്മും അതുപോലെ കൂടുതൽ ചൂടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. അത് TVSൻ്റെ ആണ് ഇട്ടിരിക്കുന്നത്. 1,600 ചില രൂപയോളം വില വരുന്നുണ്ട്. TVSൻ്റെ വരുന്നത് TVS തന്നെയാണ്. TVSൻ്റെ ബ്രേക്ക് പാഡ് ആകുമ്പോൾ കുറച്ച് ലൈഫും അതുപോലെ തന്നെ ഡിസ്ക് റോട്ടറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ചെറിയൊരു പൗഡർ കോട്ടിങ് ഉള്ളതാണത്. ബോഷിൻ്റെ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഹെവി ആയിട്ട് നമ്മുടെ ബ്രേക്ക് ഡിസ്ക് റോട്ടറിന് കംപ്ലൈൻ്റ് ആക്കാൻ സാധ്യതയുണ്ട്. കൂടുതലും ഒരു ഡിസ്ക് തീരുമ്പോഴത്തേക്കും ഡിസ്ക് റോട്ടർ ഏകദേശം സ്കോറിങ്ങും അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ വീഴാൻ സാധ്യത കൂടുതലാണ്. ബോഷിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ TVSൻ്റെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹെവി ആയിട്ട് ഓയിൽ ലീക്ക് ഉണ്ട്. ഇതാണല്ലേ, എൻജിൻ ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ആകുന്നുണ്ട്. മൊത്തത്തിൽ ഈ സൈഡാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ലീക്ക് ആകുന്നുണ്ട്. അത് നമ്മൾ അതുപോലെ തന്നെ വാട്ടർ പമ്പ് ലീക്ക് ആകുന്നുണ്ട്. വാട്ടർ പമ്പ് വേണ്ടില്ല, ഈ ഒരു ആ ടൈമിൻ്റെ കവറിനകത്തൊരു പിങ്ക് കളർ മാർക്ക് വന്നിരിക്കുന്നുണ്ടോ, അത് വാട്ടർ പമ്പ് ലീക്കാണ്. പക്ഷേ അത് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞപ്പോൾ വാട്ടർ പമ്പ് ഇപ്പോൾ മാറണ്ട എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓയിൽ ഏകദേശം 11,000 രൂപയോളം വില വരുന്നുണ്ട് ഒറിജിനൽ വാട്ടർ പമ്പിന്. TVS വാട്ടർ പമ്പാണെന്നുണ്ടെങ്കിൽ 3,000 ചില രൂപ TVSൻ്റെ വാട്ടർ പമ്പും വരും. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ മാറുന്നില്ല. ഇപ്പോൾ നമുക്ക് വാൾക്കർ പാക്കിംഗ് ആണ് ഇപ്പോൾ മാറ്റാനുള്ളത്. അത് ഓയിൽ തന്നെ ഇടണം. ഓയിൽ ഇട്ടാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഓയിൽ പാക്കിംഗ് ഇടുമ്പോൾ നമുക്കതിൽ വേറെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വാൾക്കർ പാക്കിംഗ് മാറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ നോസിലിൻ്റെ പാക്കിങ്ങും പൈപ്പിൻ്റെ പാക്കിങ്ങും സീലും കൂടെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതോടുകൂടി ഫിനിഷ് ആവും. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മാറ്റും. ഈ നോസിലിൻ്റെ സീലിനൊക്കെ ചെറിയ വില, നോസിലിൻ്റെ പൈപ്പിൻ്റെ സീലിനൊക്കെ ചെറിയ വിലയുള്ളൂ. 500 ചില രൂപയുള്ളൂ 4 വരുമ്പോൾ, 4 കൂടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റാം. ഇതാണിപ്പോൾ നമുക്ക് പാക്കിങ് വരുന്നത്. ഇതാ പൈപ്പിൽ വരുന്ന പാക്കിങ്ങാണ്. മസ്റ്റായിട്ട് മാറുന്നതായിരിക്കും ബെറ്റർ. അതിന് ഏകദേശം ഈ 4 കൂടിയിട്ട് 554 രൂപ വില വരുന്നുള്ളൂ. അല്ലേ, അത് ഒറിജിനൽ തന്നെയാണ്, ടൊയോട്ടയുടെ ഓയിയാണ്. അതുപോലെ വാൾക്കോർ പാക്കിങ്ങും നമ്മൾ ഓയിയാണ് എടുത്തിരിക്കുന്നത്. അല്ല, അത് വന്നിട്ട് 1,600 രൂപ റേറ്റ് വരുന്നുണ്ട്. ഒറിജിനൽ റേറ്റ് ഒറിജിനലാണ്. ഈ ഓയിൽ സീലും കാര്യങ്ങളും പാക്കിംഗ് ഒക്കെ ഇടുന്നത് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ടൊയോട്ട മാത്രമല്ല ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. നമ്മളതിൻ്റെ വാൾ കവർ ഫുള്ളായിട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഈ സൈഡ് മൊത്തം ക്ലീൻ ചെയ്യണം. നമുക്ക് പേസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 കോർണർ, ഈ 4 ഭാഗത്ത് മാത്രമേ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. എന്താ വെച്ചാൽ അവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് പേസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കണം. എന്നിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ സീൽ വെച്ച് ഇതിനകത്ത് കയറ്റാം. പുതിയ സീലിടുമ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരുവിധ പേസ്റ്റും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കയറ്റി വിടാം. ഇന്നോടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാൾക്കർ പാക്കിംഗ് മാറി, അതുപോലെ ഇതിൽ വരുന്ന സീല് മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സീലും മാറിയിട്ടുണ്ട്. 3 സീലും മാറിയിട്ട് ഈ സീല് 4 വരും. അതുപോലെ തന്നെ വാൾക്കർ പാക്കിങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടിവശമൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അടിവശമൊക്കെ നമുക്ക് വാട്ടർ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ലെവലിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ വാഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. ഓയിൽ പാക്കിംഗ് ഇട്ടതുകൊണ്ട് ഇനി ആ ഭാഗം നോക്കണ്ട. ലീക്ക് കാര്യങ്ങളൊന്നും പക്കയായിട്ട് ലീക്കുകളൊന്നും വരില്ല. നമുക്ക് ഇവിടെ മാത്രമേ പേസ്റ്റ് ഇടേണ്ടി വരുള്ളൂ. ഈ ഒരു 4-6 പോയിന്റിൽ മാത്രം പേസ്റ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എവിടെയും നമുക്ക് പേസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ സീല് പക്കയായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഓയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരുന്നതിനും 1 മണിക്കൂർ ഓടിയിട്ട് ഒന്നുകൂടെ നോക്കി ഓഫ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. അതെന്തായാലും നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല അതിനകത്ത്. ജസ്റ്റ് ജനറൽ ചെക്കപ്പും
5000 കിലോമീറ്ററിൻ്റെ ഒരു ചെക്കപ്പും പിന്നെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് കസ്റ്റമർക്ക് ഉണ്ടായിരുന്ന ചെറിയ കംപ്ലയിൻറ്റ് ഓടിക്കുമ്പോൾ കിട്ടുന്ന കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് മറ്റേ ഓയിൽ ലീക്കിൻ്റെ ആയിരുന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഒരു 4-5 ആൾ ഇരിക്കുമ്പോഴത്തേക്കും ബാക്ക് ഇടിക്കുന്ന പോലെ ഫീൽ ആണെന്നും പറയുന്നത് കസ്റ്റമർ. അത് കസ്റ്റമർ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നോർമൽ തന്നെയാണ് ഹൈറ്റും. ബാക്കി നമുക്കിതിൽ സ്പ്രിങ്ങിൽ സ്പേസർ വയ്ക്കുന്ന സെറ്റപ്പ് ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ചെയ്യുന്നത് അത്ര വലിയ ബെറ്റർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിൽ സൗണ്ട് നമ്മളും ഈ 4-5 പേര് വെച്ച് ഓടിച്ച് നോക്കുമ്പോഴും ആ സൗണ്ടൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കസ്റ്റമർ എത്ര പേര് വെക്കുന്നുണ്ടെന്നുള്ള അറിയില്ല. 9-10 പേര് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനോല് 9-10 പേര് നോർമലാണ്. പക്ഷേങ്കിൽ ഇതിൽ അത്ര ആൾ കയറുമ്പോൾ ചെറിയൊരു ഇരിക്കും അതിനകത്ത്. അത് ഇതെല്ലാം ബാക്കി ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റോ സ്പ്രിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ ഒന്നുമില്ല. നോർമലി പക്കയാണ്. അതുപോലെ നമ്മൾ റഫ് റോഡിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു അനക്കം പോലും സൗണ്ട് ഇല്ല. പക്കയാണ് വണ്ടി. അതുപോലെ ജെന്യൂനാണ്. കറക്റ്റായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് മെയിൻ്റനൻസ് ആയതുകൊണ്ട് വണ്ടി പക്ക സ്മൂത്താണ്. അപ്പോൾ ചെറിയ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. അത് നമ്മൾ ആൾക്കാർ പാക്കിങ് മാറ്റി അതിൻ്റെ സീലുകളും കാര്യങ്ങളും കംപ്ലീറ്റ് മാറ്റി ലീക്കോ കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ ആ സൈഡൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റായി. അപ്പോൾ നമ്മൾ ഒറിജിനൽ സീലിടുമ്പോൾ അതിൻ്റെ പേസ്റ്റോ കാര്യങ്ങളൊന്നും ഇടാതെ ആഡ് ചെയ്യാതെ പക്കയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. ജെന്യൂനിറ്റി നല്ലോണം ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അലമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ലോക്കൽ പോലെ ആവും. അത് ലോക്കൽ സീലെടുത്ത് കയറ്റിയിട്ട് ചെയ്ത മാതിരി ആവും. അതുകൊണ്ട് ഒറിജിനൽ സീലുകളിൽ ഏതിലും പേസ്റ്റ് ഇടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.